എന്താ വേണ്ടേ? അതെ, ദേവിക്ക് ഒരു അർച്ചന തട്ടം തരാലോ. തട്ടം മാത്രം മതിയോ? എത്ര? 100 രൂപയാ. 100. കൊടുക്കുമോളെ. ശരി. അപ്പാ, എന്താടാ? ഒരു കോളൊത്തു വരുന്ന ലക്ഷണം ഉണ്ടപ്പാ. എന്തു കോള്? അതൊക്കെ ഉണ്ട്. അപ്പൊ വാ. എന്താടാ? 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 ഒന്നുമില്ലപ്പാ. അല്ല, ആ വഴിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ എനിക്കെന്തോ പോലെ തലയ്ക്കകത്തൊരു പെരുപ്പ് പോലെ. ദേവിയെ നല്ലവണ്ണം മനസ്സിൽ വിചാരിച്ചു. ചെല്ല്. അപ്പാ. എന്താടാ? അപ്പന് ഇത്രയ്ക്കൊക്കെ ഭക്തി ഉണ്ടായിരുന്ന? ഇത്രയും വലിയ ഭക്തനായപ്പന് എങ്ങനെ ഒരു കള്ളനാവാൻ കഴിഞ്ഞു? അത് ദൈവത്തിന് നിരക്കാത്ത ജോലിയല്ല അപ്പാ. ഈ ചോദ്യം നിന്റെ ചോദ്യമല്ലെന്ന് എനിക്കറിയാം. 10-25 കൊല്ലമായിട്ട് പല രീതിയിലും വനജ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഇതിന്റെ മറുപടി ഞാൻ ഇവിടെ വെച്ച് പറയുന്നില്ല. നീ പുറത്തേക്ക് വാ, പുറത്തു പോയി പറയാം. വാ. ഇന്ന് കടയിൽ ഒരച്ഛനും മകനും വന്നു. കടയിൽ
പലരും വരില്ലേ? അതിലെന്താ വിശേഷിച്ച്? ആരെ? മകനെ കണ്ടപ്പോ അനിയൻ കേശൂട്ടനെ ഓർമ്മ വന്നൂന്നോ? അത് നിനക്ക് അവനെക്കുറിച്ചുള്ള വിചാരം അത്ര കണ്ട് മനസ്സിലുള്ളതുകൊണ്ടാ. ദേവിയെ നന്നായി മനസ്സിൽ ധ്യാനിച്ചു ഉപാസിച്ചോളൂ. ദേവി എല്ലാം തരും. ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് നിന്റെ കേശൂട്ടനെ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ തരും. ഭക്തരുടെ അപേക്ഷകൾക്ക് മുന്നിൽ എപ്പോഴും അലിയുന്നതാണ് ദേവിയുടെ സ്വരൂപം. ദുർഗയായി, കാളിയായി, സരസ്വതിയായി ഒക്കെ ദേവി നമ്മുടെ രക്ഷയ്ക്ക് വരും മോളെ. ദേവി കദംബ വനവാസിന്റെ ഭണ്ഡാസുരപഥോദ്യുക്ത ശക്തിസേനാ സമന്വിതേ അമ്മേ ദേവി. ഓ, കുഞ്ഞിമോക്ക് താരാട്ട് പാടി കൊടുക്കുക. ദേ, അടുക്കളയിൽ എന്തൊക്കെ ജോലികൾ കിടപ്പുണ്ടെന്നറിയോ? ഇന്ദുമതി, പകല് മുഴുവൻ എന്തൊക്കെ ജോലികൾ എടുത്തിട്ടാ അത് ഇത്തിരി നേരം വന്നെന്നിരിക്കുന്നേ. ഓ, അമ്മയുടെ കൂടി ഞാനും കൂടി ഒരു താരാട്ട് പാട്ട് പാടാം, പൊന്നുമോക്ക് വിശ്രമിക്കാൻ. പകല് അവള് കടയിൽ പോയി ജോലി ചെയ്യുന്നുണ്ടെങ്കിലേ ഞാൻ ഇവിടെ വീട്ടിലിരുന്ന് പണിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പൊ അമ്മ പറയും അഖിലെ വിളിച്ച് ചെയ്യിപ്പിച്ചൂടേന്ന്. അവക്കേ പരീക്ഷയാ, അതിനിടയിൽ അവളെ ഒന്നിനും വിളിക്കാൻ പറ്റൂല. ആ, അല്ലെങ്കിൽ പിന്നെ നീ അവളെ വിളിച്ചിട്ടാണല്ലോ എല്ലാം ചെയ്യിക്കുന്നേ. ഇതാണ് കുഴപ്പം. അമ്മയ്ക്ക് എന്റെ മക്കളോട് ഒരു സ്നേഹവുമില്ല, അത് അവളോട് മാത്രം. ഇന്ദുമതി, നീ എഴുതാപ്പുറം വായിക്കരുത്. എനിക്ക് ഈ 3 കുട്ടികളും ഒരുപോലെ. എന്നാ നിനക്ക് അങ്ങനെയല്ല. ദേവൂട്ടിയെ നീ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട്. ആ മിണ്ടാപ്രാണിയുടെ നിസ്സഹായ അവസ്ഥ കണ്ടിട്ടാ ഞാൻ അവക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നേ. അല്ലാതെ മറ്റുള്ളവരെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തോ, ആര് വേണമെങ്കിലും സ്നേഹിച്ചോ. ദേവി അമ്മേ, അമ്മ തന്നെ ഇന്ദുമതിക്ക് നല്ല ബുദ്ധി കൊടുക്കണേ. മോനെ സന്ദീപേ, എന്താ അമ്മേ? എത്ര ദിവസമായിട്ടാ നീ എണീറ്റ് പുറത്തു വന്നിട്ട്? ഒന്ന് എണീക്ക് മോനെ, ഒന്ന് എണീറ്റ് കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറ്. ദേ വാ, ഒരു അത്യാവശ്യ മാറ്ററിന് കമ്പനിയിൽ നിന്ന് ചില സ്റ്റാഫുകൾ വന്നിട്ടുണ്ട്. എണീക്കിട മോനെ. എന്റെ അമ്മ ഇന്ന് പോകുന്നുണ്ടോ? ഞാനൊന്ന് സമാധാനമായിട്ട് കിടന്നോട്ടെ പ്ലീസ്.